ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീഡ മക്ഫെയ്ഡിന്റെ നെവർ ലൈ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ബുക്കിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു കഥ നടക്കുന്നത് ഈ യങ് കപ്പിളായിട്ടുള്ള ട്രിഷും അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ഈദനും കൂടിയിട്ട് ഒരു വലിയ വീട്ടിൽ ലോക്കാവാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുറത്ത് വലിയ രീതിയിൽ സ്നോ സ്റ്റോം നടക്കുന്നുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു വീട്ടിൽ അവർ താമസിക്കുകയാണ്. പതുക്കെ പതുക്കെ ട്രിഷിന് തോന്നുകയാണ് ഈ വീട്ടിൽ ഇവരെ കൂടാതെ മറ്റാരോ ഉണ്ട് എന്ന്. പക്ഷെ നീതൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീട് ആരുടെയാന്ന് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഹെയിൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പിസ്റ്റിനെയാണ്. പുള്ളിക്കാരിനെ 3 വർഷമായിട്ട് കാണാനില്ല. ആളുടെ ദ അനാട്ടമി ഓഫ് ഫിയർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പബ്ലിഷിങ്ങിന് ശേഷമാണ് ആളെ കാണാതായിട്ടുള്ളത്. അങ്ങനെ ട്രിഷ് ഈ ഒരു വീട് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഒടുവിൽ ഒരു സീക്രട്ട് റൂം കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഡോക്ടർ ഹെയിൽസിന്റെ തെറാപ്പി സെക്ഷൻ നടക്കുന്ന മുറിയായിരുന്നു. അവിടെ ഡോക്ടറിന്റെ പേഷ്യൻസിന്റെ ഡാർക്ക് സീക്രട്ടുകൾ അടങ്ങിയിട്ടുള്ള 100ഓളം കാസറ്റുകളും ട്രിഷ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ട്രിഷ് ഓരോരോ കാസറ്റുകളായിട്ട് കേൾക്കാൻ തുടങ്ങാണ്. അതിലൂടെ ഡോക്ടറുടെ പേഷ്യൻസിന്റെ ഡാർക്ക് സീക്രട്ടുകൾ പുള്ളിക്കാരി മനസ്സിലാക്കുന്നുണ്ട്. അതില് EJ എന്ന് വിളിക്കുന്ന ഒരാള് ഡോക്ടറുടെ വീഡിയോ കാണിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അതിലൂടെ EJ ആയിട്ട് ഒരു ഡേഞ്ചറസ് റിലേഷൻഷിപ്പിൽ ഡോക്ടർ ട്രാപ്പ് ആവുന്നതും അവൾ മനസ്സിലാക്കാണ്.